എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. സഹോദരങ്ങളെ, ദൈവ കരുണയിൽ നമുക്ക് ആശ്രയിക്കാം. ഈ അടുത്ത നൂറ്റാണ്ടില് പോളണ്ടിൽ ജീവിച്ചിരുന്ന മരിയ ഫൗസ്റ്റീന കൊവാൾസ്കെ എന്നു പേരുള്ള വിശുദ്ധയായ ഒരു സിസ്റ്റർ, ഒരു പാവപ്പെട്ട സന്യാസിനി, ഈശോ അനേക തവണ പ്രത്യക്ഷപ്പെട്ടു ദൈവ കരുണയുടെ ആഴങ്ങളെ പറ്റിയുള്ള സന്ദേശങ്ങൾ നൽകുകയുണ്ടായി. ഈശോ പറഞ്ഞു, ഞാൻ കരുണയുടെ രാജാവ്. എന്റെ കരുണയെ ലോകം മുഴുവൻ പ്രഘോഷിക്കണം. എന്റെ കരുണയുടെ ഉറവിയിൽ അണയാതെ മനുഷ്യകുലം സമാധാനം കണ്ടെത്തുകയില്ല. ഈശോ പറഞ്ഞു, ഏറ്റവും വലിയ പാപിക്കാണ് എന്റെ കരുണയ്ക്ക് ഏറ്റവും അർഹതയുള്ളത്. നിന്റെ പാപം എത്ര വലുതാണെങ്കിലും അതിനേക്കാളും ഉന്നതമാണ് എന്റെ കരുണ. പ്രിയ സഹോദരങ്ങളെ, ഈശോ വീണ്ടും പറയുകയാണ്, എന്റെ രണ്ടാം ആഗമനത്തിന് വേണ്ടി നീ ലോകത്തെ ഒരുക്കും. അതെ, യേശുവിന്റെ രണ്ടാം ആഗമനം അത് സുനിശ്ചിതമാണ്. ഈശോ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. സഹോദരങ്ങളെ, ഈശോ കുരിശിൽ മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെടുന്നതിന് മുൻപായി യേശുവിന്റെ സ്വർഗാരോഹണത്തിന് അനേകം ശിഷ്യ സമൂഹങ്ങള് സാക്ഷ്യം വഹിച്ചപ്പോൾ, ഈശോ സ്വർഗത്തിലേക്ക് കരയറ്റപ്പെട്ടപ്പോൾ സ്വർഗത്തിൽ ഈശോ വിശുദ്ധ പൗലോസിനോട് പറഞ്ഞു, എന്റെ രണ്ടാം ആഗമനത്തില് ഞാൻ അവിടുന്ന് എഴുന്നള്ളുന്നത്. ഇപ്പോൾ ദൈവ കരുണയുടെ സമയമാ. ഇപ്പോൾ ദൈവ കരുണയുടെ സമയമാ. ഏറ്റവും വലിയ പാപിക്കും ഏറ്റവും അധികം കരുണ ലഭിക്കുന്ന ദൈവത്തിന്റെ അളവില്ലാത്ത സ്നേഹമാണിത്. പ്രിയപ്പെട്ടവരെ, ആർക്കും വേണ്ടാത്തവര്, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവര്, എല്ലാവരാലും തള്ളപ്പെട്ടവര്, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈശോ പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിനക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഈശോ വീണ്ടും പറയുന്നു, വചനത്തിലൂടെ അവിടെ അരുളി ചെയ്യുകയാണ്, നിന്റെ പേര് എന്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ കണ്ണീർ കണങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു. അതേ സഹോദരങ്ങളെ, ദൈവത്തിന്റെ അളവില്ലാത്ത അനന്തമായ കരുണയാണിത്. നമുക്ക് വിശ്വസിക്കാം, ഏറ്റെടുക്കാം, ദൈവ കരുണയിൽ ശരണപ്പെടാം. ഈശോ വിശുദ്ധ പൗലോസിനോട് പറഞ്ഞു, മകളെ, നീ ഇപ്പോൾ എന്നെ കാണുന്നത് പോലെ ഒരു ചിത്രം വരയ്ക്കണം. ഈ ചിത്രത്തില് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നുവെന്ന് ആലേഖനം ചെയ്യണം. ഈ ചിത്രം ലോകം മുഴുവൻ വണങ്ങപ്പെടണം. ഈ ചിത്രം വണങ്ങുന്ന ആത്മാവ് ഒരിക്കലും നശിച്ചു പോവുകയില്ല. എന്റെ കരുണയിൽ നിന്നും കൃപകൾ സ്വീകരിക്കാനുള്ള ഒരു പാത്രമാണ് ഈശോയെ ഞാനങ്ങിൽ ശരണപ്പെടുന്നെന്ന് ആലേഖനം ചെയ്ത എന്റെ കയ്യൊപ്പോട് കൂടിയ ഈ ചിത്രം. ഈ ചിത്രം സ്ഥാപിക്കുന്ന ഭവനങ്ങള്, സ്ഥാപനങ്ങള്, ദേവാലയങ്ങള്, ദേശങ്ങള് എന്റെ കരുണയാൽ ഞാൻ പ്രത്യേകം സംരക്ഷിക്കും. സഹോദരങ്ങളെ, ഞങ്ങളുടെ സമീപത്ത് നിങ്ങൾ കാണുന്ന യേശുവിന്റെ ചിത്രം, ഇത് ഈശോ പറഞ്ഞു വരപ്പിച്ച ദൈവ കരുണയുടെ അത്ഭുത ചിത്രമാണ്. ആവശ്യമുള്ളവർക്കെല്ലാം സൗജന്യമായി ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.
സഹോദരങ്ങളെ, യേശുവിന്റെ വചനം അത് ജീവന്റെ വചനമാ, സൗഖ്യത്തിന്റെ വചനമാ, രക്ഷയുടെ വചനമാ, നിത്യജീവന് വേണ്ടിയുള്ളതാ. പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞു, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ, അതേ സഹോദരങ്ങള്, നിത്യജീവനത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. നിത്യജീവൻ നൽകാൻ വേണ്ടിയാണ് ഈശോ അവിടുന്ന് ദൈവമായിരുന്നിട്ടും മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. എല്ലാ മനുഷ്യനെയും സ്നേഹിക്കുന്ന ഒരു ദൈവം, എല്ലാവരോടും കരുണ കാണിക്കുന്ന ഒരു ദൈവം, സൗഖ്യദായകനായ ദൈവം, പരിപാലകനായ ദൈവം, ആശ്വാസദായകനായ ദൈവം. നിന്റെ പ്രതിസന്ധികള്, നിന്റെ രോഗങ്ങള്, നിന്റെ കടഭാരങ്ങള്, നിന്റെ പ്രതികൂലങ്ങള്